ഞാൻ ഡോക്ടർ എം.പി. മണി. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നാം തിരിച്ചറിയുന്നൊരു പ്രത്യേകത ഓരോ ദിവസവും രോഗികളാകുന്നവരുടെ എണ്ണം കൂടി വരിക എന്നുള്ളതാണ്. ജീവിതശൈലി രോഗങ്ങൾ ഒരു ഭാഗത്ത്, പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, സന്ധിവാത രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, ക്യാൻസർ, ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾ രോഗികളാകുന്നവരുടെ സംഖ്യ കൂടി വരികയാണ്. ഇപ്പോൾ അതിനേക്കാൾ പ്രത്യേകത നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പകർച്ചപ്പനികളുടെ എല്ലാ വർഷവും ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഓരോ വർഷവും പല പേരിലുള്ള പകർച്ചപ്പനികൾ മലയാളികളെ വറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ പറയാൻ ഉള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ പോലും ഹൃദയാഘാതം മൂലം മരിക്കുന്ന വാർത്തകളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ആരും പറയാറില്ല. കുറച്ച് കൊല്ലങ്ങൾക്ക് മുൻപ് വരെ ഈ ഹൃദയാഘാതം സംഭവിക്കുന്നതിന് കാരണങ്ങൾ ഉയർന്ന നിലയിലുള്ള കൊളസ്ട്രോൾ, ഉയർന്ന നിലയിലുള്ള രക്തസമ്മർദ്ദം, കടുത്ത മാനസിക സംഘർഷം, പ്രമേഹം, ഇതിന് കുറേ കാര്യങ്ങൾ പറയുമായിരുന്നു. ഏതാണ്ട് 2002 തോന്നുന്നു ഒരു പുതിയ പഠനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു വിദഗ്ധൻ ഒരു ചർച്ചയിൽ ഡോക്ടർ പറഞ്ഞത് ഈ ഉയർന്ന രക്തസമ്മർദ്ദത്തിൻ്റെ കാര്യത്തിലാണ്. അദ്ദേഹം പറഞ്ഞത് മരുന്നുകളല്ല കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, പ്രതിരോധ മാർഗങ്ങളെ കുറിച്ചാണ് എന്നുള്ളതാണ് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകാതിരിക്കാൻ. രണ്ട്, അതിനേക്കാൾ വിലപ്പെട്ട ഒരു പുതിയ അറിവ് പ്രസിദ്ധീകരിച്ചത് ഹൃദയാഘാതം സംഭവിക്കുന്നവരിൽ പകുതിയിലധികം പേരിലും ഹൃദയധമനികളിൽ തടസ്സങ്ങളോ അല്ലെങ്കിൽ ബ്ലോക്ക് എന്ന് പറയുന്ന തടസ്സങ്ങളോ ഉയർന്ന രക്തസമ്മർദ്ദമോ ഉയർന്ന നിലയിലുള്ള കൊളസ്ട്രോളോ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അത്തരം വ്യക്തികളിൽ ഈ ധമനികളിൽ നീർക്കെട്ടിൻ്റെ നിലവാരം കൂടിയതാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നീർക്കെട്ടിൻ്റെ നിലവാരം കൂടിയ വ്യക്തികളിൽ ഈ പ്രതിരോധശേഷി കുറവാണ് പ്രധാനപ്പെട്ട. അതാണ് അവർ ശ്രദ്ധിച്ചത്. അവരുടെ ഈ രോഗപ്രതിരോധ ശേഷി വളരെ കുറവായിരുന്നു. അത്തരം വ്യക്തികളിലാണ് ഈ ഒരു ശരീരത്തിൻ്റെ മുന്നറിയിപ്പ്, ഹൃദയാഘാതമോ പക്ഷാഘാതമോ സംഭവിക്കുന്നതിൻ്റെ ഭാഗമായി അവരുടെ രക്തധമനികളിൽ നീർക്കെട്ട് നീണ്ടകാലം നിലനിൽക്കുന്നവരിൽ രാത്രി ഉറക്കത്തിൽ കാലുകളിൽ വേദനയും ഈ മുട്ടിന് താഴെയുള്ള പേശികളിൽ വലിഞ്ഞ് കൊച്ചുവരി ഉണ്ടാകുകയും ചെയ്യുന്നത്. ഇതിനാണ് നമ്മൾ മസിൽ കയറ്റം എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. ഇതിനൊക്കെ പ്രധാനമായി കാരണമാകുന്നത് ഏറ്റവും പുതിയ അറിവുകളനുസരിച്ച് പറയുന്നത് ഇവരുടെ രക്തത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറവും ജീവകം ഡിയുടെ അളവ് കുറവും ആണെന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ പുതിയ അറിവുകളിൽ വന്നത്. ഇത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട കഥയാണ്. കാരണം ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ഹൃദയാഘാതം മൂലം മരിക്കുന്ന വാർത്തകൾ ഈയിടെ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് 1.5 മണിക്കൂർ നടന്നാണ് സ്കൂളിലേക്ക് പോകുന്നത്, വെയിൽ കൊണ്ടിട്ട്. ഇപ്പോൾ കുട്ടികൾ ആ സ്വഭാവമില്ല, വെയിൽ കൊള്ളുന്നേ ഇല്ല. അപ്പോൾ ജീവകം ഡി നമുക്ക് ലഭിക്കണമെങ്കിൽ വെയിൽ കൊള്ളാനും വേണം. രാവിലെ 9 മണിക്കുള്ള മുമ്പുള്ള വെയിൽ ഒരു അരമണിക്കൂർ കൊണ്ടാൽ മതി. യഥാർത്ഥത്തിൽ അതാ ചെയ്യേണ്ടത്. ഈ സൂര്യപ്രകാശത്തെ നമ്മൾ സൺഷൈൻ വൈറ്റമിൻ ഡി എന്നാണ് പറയുന്നത്. ജീവകം ഡിയെ കുറിച്ച് പറയുന്ന ഭാഷയാണ്. ഇറ്റ് ഈസ് സൺഷൈൻ വൈറ്റമിൻ എന്നാണ് ജീവകം ഡി. അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുന്നവരിൽ പ്രതിരോധശേഷി കുറവാണെന്നാണ് പറയുന്നത്. അപ്പോൾ കാൽഷ്യം നമുക്ക് കിട്ടാൻ ഈ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് കോഴിമുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ വെള്ള കഴിക്കുകയാണ്. ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല ഈ ഘടകം. വെയിൽ കൊള്ളലാണ് പ്രധാനം. കാരണം നമ്മൾ കഴിക്കുന്ന കാൽഷ്യത്തിൻ്റെ അളവ് ശരീരത്തിൽ ചേരണമെങ്കിൽ പോലും ഈ കോഴിമുട്ടയുടെ വെള്ളയാണ് സുരക്ഷിതമായ മാർഗം. മാത്രമല്ല, ഈ പലരും എന്നോട് ചോദിക്കാറുള്ളത്, എന്നോടല്ല ഡോക്ടർമാരോട് പലരും ചോദിക്കാറുള്ളത് വൈറ്റമിൻ ഡിക്ക് മരുന്ന് ഏതാ കഴിക്കേണ്ടതെന്നുള്ളതാണ്, കാൽഷ്യം ഗുളികകൾ കഴിക്കേണ്ടത് എന്നുള്ളതാണ്. സത്യത്തിൽ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഈ കാൽഷ്യം ഗുളികകളും വൈറ്റമിൻ ഡി ഗുളികകളുടെ രൂപത്തിലും ഒരുപാട് കഴിക്കുന്നത് ചിലപ്പോൾ ചിലരിലെങ്കിലും വൃക്കകളിൽ കല്ലുകൾ രൂപം കൊള്ളാൻ കാരണമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രതിരോധശേഷി നഷ്ടപ്പെട്ടവരിൽ, പ്രതിരോധശേഷി കുറഞ്ഞവരിൽ പ്രതിരോധശേഷി വീണ്ടെടുക്കാനും ഇത്തരം ഹൃദയാഘാതം അടക്കമുള്ള ഗുരുതരാവസ്ഥകൾ വരാതിരിക്കാനും രാവിലെ 9 മണിക്ക് മുമ്പുള്ള വെയിൽ ഒരു അരമണിക്കൂറെങ്കിലും കൊള്ളുക എന്നുള്ളതാണ്. ഈ അരമണിക്കൂർ വെയിൽ കൊണ്ട് നടക്കുക, നമ്മുടെ സ്വന്തം മുറ്റത്താണ് നമ്മൾ ഈ വീടിൻ്റെ. അപ്പോൾ പ്രതിരോധശേഷി വർദ്ധിക്കാൻ അത് ഒരുപാട് കാരണമാവും. ഇന്നിപ്പോൾ കുട്ടികളിൽ ഈ
ഹൃദയാഘാതം സംഭവിക്കുന്നത് പോലും ഈ വൈറ്റമിൻ ഡിയുടെയും കാൽഷ്യത്തിനും കുറവായിരിക്കും. ഇത് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, രാവിലെ വെയിൽ കൊള്ളുക എന്നുള്ളൊരു യാഥാർത്ഥ്യം. അത് ഏറെക്കുറെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് എന്നാണ് പറയാനുള്ളത്.